ദേശീയ വനിതാ വാട്ടർ പോളോ കിരീടം നിലനിർത്തി കേരള വനിതകൾ. പെരുപ്പൻകോട് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അന്താരാഷ്ട്ര നീന്തൽക്കുളത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ബംഗാളിനെ 14-6 പരാജയപ്പെടുത്തിയാണ് കേരളം ചാമ്പ്യന്മാരായത്. മലയാളി താരം കൃപയാണ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച വനിതാ താരം. 77ാമത് ദേശീയ അക്വാട്ടിക് വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം കേരളത്തിന്. സൂപ്പർ ലീഗ് ഫൈനലിൽ കേരളം കരുത്തരായ ബംഗാളിനെയാണ് തോൽപ്പിച്ചത്. 6-നെതിരെ 14 ഗോളുകൾക്കായിരുന്നു കേരളത്തിന്റെ ജയം. മത്സരത്തിൽ ബംഗാളാണ് ആദ്യം സ്കോർ ചെയ്തത്. പിന്നീട് ഉണർന്നു കളിച്ച കേരളം എല്ലാ ക്വാർട്ടറിലും ലീഡ് നിലനിർത്തി. കേരളത്തിന്റെ കൃപയാണ് മത്സരത്തിലെ താരം. എല്ലാ മത്സരങ്ങളും വിജയിച്ച് തോൽവി അറിയാതെയാണ് കേരളത്തിന്റെ കിരീട നേട്ടം. വനിതകളുടെ സൂപ്പർ ലീഗ് പോരാട്ടത്തിൽ കേരളം മഹാരാഷ്ട്രയെ തോൽപ്പിച്ചാണ് ഫൈനലിൽ കടന്നത്. 5-നെതിരെ 18 ഗോളുകൾക്കായിരുന്നു കേരളത്തിന്റെ ജയം. സൂപ്പർ ലീഗ് പോരാട്ടത്തിൽ മഹാരാഷ്ട്രയെ 3-നെതിരെ 10 ഗോളുകൾക്ക് തകർത്തു വന്ന ബംഗാളിന് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടത്. കളിച്ച 2 മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും മഹാരാഷ്ട്ര വെങ്കലം നേടി. പുരുഷന്മാരുടെ വിഭാഗത്തിൽ സർവീസസിനാണ് കിരീടം. സൂപ്പർ ലീഗിലെ നിർണായക മത്സരത്തിൽ റെയിൽവേസിനെ 8-നെതിരെ 12 ഗോളുകൾക്കായിരുന്നു സർവീസസ് തകർത്തത്. വിജയികളായ സർവീസസിൽ 8-ഉം റെയിൽവേസിൽ 5 മലയാളി താരങ്ങളുണ്ട്. മലയാളി താരം കൃപയാണ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച വനിതാ താരം. പുരുഷ വിഭാഗത്തിൽ സർവീസസിന്റെ ഭാഗേഷും മികച്ച താരമായി. പുരുഷന്മാരുടെ വെങ്കല മെഡലിനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പോലീസിനെ തകർത്തത് മഹാരാഷ്ട്ര. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 11-നെതിരെ 15 ഗോളുകൾക്കായിരുന്നു മഹാരാഷ്ട്രയുടെ ജയം. സൂപ്പർ ലീഗിലെ എല്ലാ മത്സരങ്ങളും തോറ്റ ഇന്ത്യൻ പോലീസ് പോയിന്റ് പട്ടികയിൽ 4-മതായി ഫിനിഷ് ചെയ്തു. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിലെ വിജയികൾക്ക് ട്രോഫിയും സമ്മാനിച്ചു. കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടർ വിഷ്ണുരാജ് IAS, സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി മൊനാൽ ചോക്സി, മുൻ കായിക മന്ത്രി M. വിജയകുമാർ, സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനും കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലുമായ S. രാജീവ്, കേരള അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി G. ശ്രീകുമാർ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു.